മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരായ ജാഫർ ഇടുക്കിയും കോട്ടയം നസീറുമാണ് ഇന്ന് നമ്മോടൊപ്പം മോർണിംഗ് റിപ്പോർട്ടിലുള്ളത്. ഇരുവരും ഇവരുടെ പുതിയ ഷോർട്ട് ഫിലിമായ കുട്ടിച്ചൻ്റെ വിശേഷങ്ങളുമായി എത്തിയത്. ഇവരുടെ വിശേഷങ്ങളിലേക്ക് കൂടുതലായി എത്താം. ആദ്യം തന്നെ ചിത്രത്തിൻ്റെ സംവിധായകനിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ മലയാളികൾക്ക് പറയും മലയാളികളുടെ നടൻ അല്ലെങ്കിൽ ഒരു മിമിക്രി കലാകാരൻ, തങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ മലയാള സിനിമയിലേക്ക് എത്തിയിട്ട് പതിറ്റാണ്ടുകളായി. പക്ഷേ ആദ്യമായിട്ട് സംവിധാന രംഗത്തേക്ക് കടക്കുമ്പോൾ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്യാമെന്നുള്ളൊരു, അല്ലെങ്കിൽ സിനിമ തന്നെ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഷോർട്ട് ഫിലിമിലേക്ക്? അല്ല, സിനിമയായിരുന്നു ആദ്യത്തെ പ്ലാനിങ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ മീഡിയയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു സിനിമയായിട്ട് വരുമ്പോൾ പ്രേക്ഷകർ ഇതുപോലെ ഒരുപാട് പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ വേണം. അതിന് പറ്റുന്ന രീതിയിലുള്ള നമ്മൾ ഒരു നല്ല കഥ, അതിനൊപ്പിച്ചുള്ള നല്ല നായകനും നായികയൊക്കെ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് ചിലപ്പോൾ നമ്മൾ തമാശയിൽ നിന്ന ഒരാളായതുകൊണ്ട് ആൾക്കാർക്കൊരു മുൻധാരണയുണ്ടാവും, അദ്ദേഹം ചെയ്യാൻ പോണതല്ല ഒരു തമാശ പടങ്ങളായിരിക്കും എന്നൊക്കെ ഒരു ധാരണയുണ്ടാവും. ഇപ്പം അങ്ങ് താങ്കളെ പറ്റി തന്നെ പറഞ്ഞ പോലെ ജനങ്ങളിപ്പോൾ കാണുമ്പോൾ പ്രതീക്ഷിക്കും, തമാശ പ്രതീക്ഷിക്കും. ജാഫർ ഇടുക്കിയാണെങ്കിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. ഒരുപാട് ഭാവഭേദങ്ങൾ മിന്നി പറഞ്ഞു പോകുന്ന ഒരു കഥാപാത്രം. പെട്ടെന്ന് കരയുന്നു, പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാൾ ജാഫർ ഇടുക്കിയിൽ ഉണ്ടെന്ന് എങ്ങനെയാണ് അങ്ങനെ ജാഫർ ഇടുക്കിയെ ഏൽപ്പി കുട്ടിയച്ഛൻ്റെ കൂട്ടുകാരനായിട്ട് ജാഫർ ഇടുക്കി മതി എന്നുള്ള തീരുമാനം? ജാഫർക്ക ഈ മഹേഷിൻ്റെ പ്രതികാരം സിനിമയൊക്കെ കണ്ടപ്പോൾ, അതുപോലെ തന്നെ മമ്മൂക്കയുടെ കയ്യൊപ്പ് എന്ന് പറയുന്ന സിനിമ, അതിലൊക്കെ ജാഫർക്ക വളരെ വ്യത്യസ്തമാർന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ മഹേഷിൻ്റെ പ്രതികാരം കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇദ്ദേഹം എന്തൊരു നല്ല നടനാണ്, എന്ത് പക്വതയായിട്ടാണ്, എന്തൊരു ടോണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളോട് അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. ജാഫർക്കെ അഭിനന്ദിച്ചിട്ടുണ്ട്. പിന്നെ ജാഫർക്കയായിട്ട് എനിക്കൊരു 28-29 കൊല്ലത്തെ പരിചയമുണ്ട്. ഞാൻ ആദ്യമായിട്ട് എറണാകുളത്തൊരു ചാൻസ് ചോദിച്ച് വരുമ്പോൾ ജോക്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ജാഫർക്ക അന്ന് ഞാൻ വരുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു കടപ്പാട് വേണ്ടേ. അങ്ങനെ എൻ്റെ ആദ്യത്തെ നായകനായി. ജാഫർക്കയിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടിയച്ഛൻ്റെ കൂട്ടുകാരനായിട്ട് നസീർക്ക വിളിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള എങ്ങനെയാണ് ഈ കഥ പറയേണ്ടത്? എങ്ങനെയായിരുന്നു? പൈലിപ്പാപ്പിയുടെ കഥാപാത്രം. നസീർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, ഇത് ഇന്നൊരു സംഭവമുണ്ട്, ഞാൻ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ഇങ്ങനെ ചോദിച്ചു വെച്ചിരിക്കുന്നതാണ്, സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നീ തരുവാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ആ പറച്ചിലിനകത്ത് എനിക്ക് എന്നെ ഏൽപ്പിക്കും, എന്നെ വിളിക്കും എന്നുള്ളൊരു ഇതല്ല, ചുമ്മാ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയ. പക്ഷേ പുള്ളി അത് ഉള്ളിൽ തട്ടി പറഞ്ഞാൽ, പക്ഷേ ഞാനത് ഉള്ളിലെടുക്കുകയും ചെയ്തു. ആ എടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മലയോര കർഷകരില്ലേ എൻ്റെ നാട്ടിൽ, എൻ്റെ പരിസരവാസികളൊക്കെ മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതുപോലെ വലിയ സംഭവങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരാളെ മനസ്സിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങ് ചെയ്തു എന്നുള്ളൂ. ചെറിയൊരു ടീമാണ്, ഈ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ്. ചെറിയൊരു ടീമാണ്, 4 കഥാപാത്രങ്ങൾ, ബാക്കിയൊരു മീൻകാരൻ പുറത്തുണ്ട്. അതിനോട് പറയും നമ്മൾ, ഇത് കുട്ടിയച്ഛനോട് പറയുമ്പോൾ തന്നെ ആരാണെന്ന് പുറത്ത് ആരോ ഉണ്ട് മനസ്സിലാവുന്നു, കഥയിലൂടെ മനസ്സിലാവുന്നു. ഒരു കോഴി ഒരു കൊച്ചു. ഇതിലേക്കൊക്കെയുള്ള അല്ല, ഇത് 2 രീതിയിൽ പ്ലാൻ ചെയ്തു. ആദ്യമേ ഞാൻ മനസ്സിൽ കണ്ടത്, ഒരാൾ കട്ടിൽ കിടന്ന് വയ്യാണ്ട് കിടക്കുന്ന ഒരു കാഴ്ച, അത് ഞാൻ കിടന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഭിത്തിയുടെ സൈഡ് അങ്ങനെ കിടക്കുകയാണെങ്കിൽ അവിടുന്ന് നമ്മൾ ഡൈനിങ് ടേബിൾ കിടക്കുന്ന കാണാം, ഇപ്പുറത്തെ അടുക്കളയിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന കാണാം, പുറത്തുനിന്ന് വാതിലിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന കാണാം. ആദ്യമേ വേറൊരു മിനി ക്യാമറ വെച്ചിട്ടൊക്കെ ഞാൻ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, മൊബൈലൊക്കെ വെച്ചിട്ട് ഇത് എങ്ങനെയൊക്കെ വരാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒരാൾ കിടക്കുമ്പോൾ ഉള്ള അയാൾക്ക് വയ്യാണ്ട് കിടക്കുന്ന ഒരാളുടെ മൂവ്മെൻറ്റിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഇങ്ങനെ തലയാട്ടാൻ പറ്റില്ല, ഒരു പോകുന്നതിനൊക്കെ ഒക്കെ വേണം. അപ്പോൾ അത് ക്യാമറമാനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിഹേഴ്സൽ നോക്കുന്ന സമയത്ത് അത് വ്യക്തമായിട്ട് കനകരാജാണ് ചെയ്ത ക്യാമറ, അദ്ദേഹത്തിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉള്ള ക്യാമറമാൻ ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഒരുപാട് ഇതിൽ വരുമ്പോൾ ചിലപ്പം ഇവർക്ക് ലൈറ്റ് കിട്ടാൻ വെച്ചിരിക്കുന്ന ഈ ലൈറ്റും ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഫ്രെയിമിൽ കയറി വരും, അത് വരാതെ നോക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അതൊരു ആശയം അങ്ങ് എവിടെയോ തോന്നിയതാണ്, അത് ദൈവം തന്നതാണ്, അത്രയേ ഉള്ളൂ. അത് ചിത്രത്തെ കൂടുതൽ നമ്മളെ അതിൽ തന്നെ നിൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ. സാധാരണഗതിയിൽ ഒറ്റ ഫ്രെയിമിലൊരു നമ്മളൊരു 15-14 മിനിറ്റ് അല്ല 5 മിനിറ്റൊക്കെ ഒരു പെർഫോമൻസ് കണ്ടാൽ നമുക്ക് നോർമലി ബോറടിക്കും ഒറ്റ ഷോട്ട്. ഇതെന്തുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ തോന്നാത്തതെന്ന് വെച്ചാൽ, ഇവരുടെ എല്ലാ കഥാപാത്രങ്ങളും സംസാരിക്കുന്നത് കാണുന്ന പ്രേക്ഷകനുമായിട്ടാണ്. അപ്പം നമ്മളോട് സംവേദിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടാത്തത്. പിന്നെ ഇടയ്ക്കുള്ള ബാക്കി ആക്ടിവിറ്റീസ് ഫില്ല് ചെയ്ത് പോകുന്നതുകൊണ്ടായിരിക്കും ഒരു വേറെ ബോറിംഗ് ഒന്നും ഇല്ലാത്തത്. നസീർ, ജാഫർക്കയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു കോട്ടയം നസീർ എന്നുള്ളൊരു സംവിധായകൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞു നസീർ ഖാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന പാനലിൽ അങ്ങ് ഉണ്ടായിരുന്നു പറഞ്ഞു. നേരെ തിരിച്ച് നസീർ ഖാൻ ഒരു സംവിധായകൻ ഉണ്ടാവുകയാണ്.
എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് നസീർ പറഞ്ഞത് ശരിയാണ്. അത് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പോയതാണ്. എന്നിട്ട് പുള്ളി എനിക്കിതിൽ അറിയാമല്ലോ. ഇത് ഈ പ്രൊജക്റ്റ് ഉണ്ടാകാൻ തന്നെ കാരണം ഇദ്ദേഹം ഒരു സിനിമ അനൗൺസ് ചെയ്തായിരുന്നു. ആ അനൗൺസ് ചെയ്ത സിനിമ വല്ലാത്തൊരു സിനിമയാണ്, അത് അദ്ദേഹം പറഞ്ഞോളൂ. ആ സിനിമയുടെ പ്രൊജക്റ്റ് ഇങ്ങനെ നടക്കാനിരിക്കുമ്പോഴാണ് എന്നോട് ഈ കാര്യം സംസാരിക്കുന്നത്. ഞാനിതിൻ്റെ പ്രൊഡ്യൂസർ മനീഷ് കുരുവിള, ആലപ്പുഴക്കാരൻ്റെ പയ്യനാണ്. അപ്പോൾ അതിനോട് ഈ കാര്യം സംസാരിച്ചു. പിന്നെ എൻ്റെ കൺട്രോളർ സുധീർ കുമാർ എന്ന് പറഞ്ഞിട്ട് പോയി, പെരുമ്പാവൂരുകാരനാണ്, കോടനാട് സുധീർ. അപ്പം അദ്ദേഹം ഇതിനോട് സംസാരിച്ച് അവരുമായിട്ട് നേരെ ഇത് ഇന്ന പോലെ നസീറിൻ്റെ കൊണ്ട് കൊടുത്തേൽപ്പിച്ചു. ആന കാര്യം എന്നോട് ആദ്യം പറഞ്ഞില്ലേ ഞാൻ അത് ചെയ്യാവോ? അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ ചെയ്യാം. അന്നേരം ഞാൻ പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ ഇത് ഏറ്റെടുത്തത്. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കി സുധീറിനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് മനീഷുമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാൻ ഒരാളെ അനുകരിച്ച് ചെയ്യുമെന്ന് പറയില്ല. ഇടുക്കിയിൽ ഒരാളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എങ്കിലും ഈ ഷൂട്ട് നടക്കുന്നതിൻ്റെ ഒരു 15-20 മിനിറ്റ് മുമ്പ് നസീർ ഒരു ടേബിളിൽ, എൻ്റെ ഫോട്ടോ ഒക്കെ എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ ടേബിളിൽ ഇരുന്നിട്ട് നസീർ എന്നെ കാണിച്ചു തരിക. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അന്നേരം ആ പ്രായത്തിൻ്റെ ഫീലിംഗ് അങ്ങനെ ഞാൻ ഏറ്റെടുക്കണേ, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ ഡയറക്ഷൻ മാത്രമല്ല, അഭിനയിച്ച് കാണിച്ച് എല്ലാത്തിനെയും പാടിപ്പിച്ച് ഒരു സംഭവമാക്കി ഇപ്പോൾ വെളിയിൽ ഇറക്കിയിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നേ. അങ്ങനെയുള്ളതുകൊണ്ട് വേട്ടയ്ക്ക് ഹണ്ടിങ് ഒക്കെ വലിയ പ്രശ്നമില്ലാത്ത സമയമില്ലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ എർത്തായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ തന്നെ ആയിരിക്കും ഒരു ഷാപ്പിലൊക്കെ കയറുന്ന സമയത്ത് ഷാപ്പിൽ, ചായക്കട, ഹോട്ടൽ, തിയേറ്ററിൽ പല സ്ഥലങ്ങളിലും പോകുന്ന അവർ ഒന്നിച്ചായിരിക്കും. ആ ഒരു സുഹൃത്ത് ബന്ധമല്ലേ, അല്ലെങ്കിൽ ഈ മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്ത് ഇത്രയും കരയും പിടിക്കുകയും ചെയ്യണം. പിന്നെ ഇയാളുടെ ആ മൈൻഡ് അങ്ങനെയാണ്, അത്രയായി പ്രായം, മനസ്സിലായില്ലേ? സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ സുഹൃത്ത് ബന്ധത്തിൻ്റെ എത്രത്തോളം കെട്ടുറപ്പുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പഴയ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഭയങ്കര കെട്ടുറപ്പാണ്. അത് പ്രണയമാണെങ്കിൽ പോലും അതിനൊരു ദിവ്യതയും തീർച്ചയായിട്ടും രണ്ടും ഉണ്ട്. രണ്ടിനും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രണയവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, സൗഹൃദവും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ അങ്ങനെ? ഇപ്പോൾ സുഹൃത്ത് ബന്ധത്തിന് വല്ല വിലയുണ്ടോ? 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 90 പേരും സുഹൃത്ത് ബന്ധത്തിന് വില കൽപ്പിക്കാത്ത ആൾക്കാർ. ഒന്ന് അവരുടെ പ്രണയബന്ധം എന്താ? പ്രണയബന്ധം അതുപോലെ തന്നെ പൊലിഞ്ഞ് ലാസ്റ്റ് ചീറ്റി പൊട്ടി അങ്ങ് പോകും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇതിനകത്ത് എല്ലാവരും ഞാൻ നസീർ ഒരു പ്രോഗ്രാം ചെന്നാലും ഒരു സിനിമയിൽ ചെന്നാലും ഞാൻ ചെന്ന് കഴിഞ്ഞാലും എൻ്റെ ഈ ടീസറൊക്കെ ഇറങ്ങിയ സമയത്ത് എൻ്റെ മേക്കപ്പ് ആരാന്ന് ചോദിക്കും. ഇത് നമ്മുടെ കലാഭവൻമണിയുടെ പേഴ്സണൽ മേക്കപ്പ് മാനായിരുന്നു സുധാകരൻ. അദ്ദേഹമാണ് ഇതിന് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ആൾ. കാര്യം വളരെ നാച്ചുറലായിട്ട്. കാര്യം ജാഫർക്കയുടെ ഈ രൂപത്തിൽ നിന്ന് ഒരു പ്രായം ചെന്ന ഒരാളെ ആക്കുമ്പോഴത്തേക്കിന് ഒരു വിഗൊക്കെ വെച്ചിട്ട് ആദ്യം ഞങ്ങൾ കുറേ ഫോട്ടോഷോപ്പൊക്കെ നോക്കിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തലമുടി വെട്ടി പറ്റ വെട്ടിയിട്ടൊക്കെ. അപ്പോൾ ജാഫർക്ക് അങ്ങനെ ഒരു അപ്പിയറൻസ് ഞാൻ കണ്ടിരുന്നു, കുറ്റിമുടിയൊക്കെ ആയിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഞാൻ പറഞ്ഞു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഇത് അപ്പോഴത്തേക്കും മുടി വളർന്നു. അപ്പോൾ പറഞ്ഞു മുടി ഈ കോലത്തില്ല, ഞാൻ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു താടി എങ്കിലും 2 ദിവസത്തെ ഒരു കുറ്റി നിർത്തിയേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നിട്ട് പിന്നെ സുധാകരനോട് പറഞ്ഞു ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് രോമങ്ങളും ഒക്കെ വെച്ചിട്ട് അത് ഏറ്റവും മനോഹരമായിട്ട്. കാര്യം ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ അല്ലാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്ത് കഥാപാത്രങ്ങളെ ചെയ്തുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാം എല്ലാം നമ്മൾ സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ തന്നെയാണ് നമ്മൾ ഇതിൽ കൂടെ കൂട്ടിയത്. ഇപ്പോൾ എഡിറ്ററാണെങ്കിൽ അച്ചു വിജയനാണ്, ക്യാമറ കനകരാജാണെങ്കിൽ, അതുപോലെ ഓരോരുത്തരും സിനിമയ്ക്കകത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് വെച്ചത്. ഇപ്പോൾ ഗോപി സുന്ദറിന് നമ്മൾ ആദ്യമേ ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിക്കാമെന്നൊരു പ്ലാനിങ് ഒക്കെ ആയിരുന്നു. കാര്യം ഷോർട്ട് ഫിലിമാണ്, അതിൻ്റെ ബഡ്ജറ്റുമായിട്ട് ചിലപ്പം ടാലി ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനൊരു ആശയം വന്നപ്പോഴത്തേക്കിന് ഞാൻ ഗോപിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു. ഗോപി ഇത് പോയി കണ്ടു. അപ്പോൾ തന്നെ പറഞ്ഞു എനിക്കിതിൽ കുറച്ചേ ചെയ്യാനുള്ളൂ. ഞാൻ പറഞ്ഞു ആ കുറച്ച് മതി, ആ കുറച്ച് ഉള്ളത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോഴും പറയണ്ടേ, ഞാൻ ഗോപിയോട് തന്നെ പറഞ്ഞിരുന്നു, ഗോപി ഇതൊരു കഥ പറയുമ്പോൾ പോലെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിരുന്നു. കണ്ടു കഴിയുമ്പോൾ ഒരു സിനിമ കണ്ടു കഴിയുന്ന, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 13 മിനിറ്റുള്ള ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അതാണ്. മറ്റു വിശേഷങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ഇതിൻ്റെ പ്രമേയം, സ്നേഹം, നൊസ്റ്റാൾജിയ, കുറേ മൂല്യങ്ങളെ പറ്റി സംസാരിക്കുകയാണ്. ഇങ്ങനെയൊരു പ്രമേയത്തിലേക്ക് നേരത്തെ മനസ്സിലുണ്ടായിരുന്നൊരു കഥയാണോ? ഈ കുട്ടിച്ചൻ എന്നും പറഞ്ഞിട്ടൊരു ചെറുകഥ ഞാൻ നേരത്തെ എഴുതിയിട്ട് 6-7 കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെയൊന്നും ആയിരുന്നില്ല. മലയോര കർഷകനായ ഒരു കുട്ടിച്ചൻ, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നോക്കി നിൽക്കുന്ന, ആരാധനയോടെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയോട് അസൂയോടെ നോക്കുന്ന അയൽവക്കത്തുള്ള സ്ത്രീകൾ, അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു കുട്ടിച്ചൻ ഒരു കഥാപാത്രത്തെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് വേറെ രീതി ചെയ്യാൻ വേണ്ടിയായിരുന്നു പ്ലാനിങ്. പിന്നീടാണ് ഇങ്ങനെ ഒരു ആലോചന വന്ന് ഇയാളെ കാണിക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ പ്രണയവും സൗഹൃദവും ഒരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റാണ്, എത്ര പറഞ്ഞാലും മടക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടൈറ്റാനിക് സിനിമ പോലും ഇതിൻ്റെ എത്രയോ വേഷം നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും അതിലൊരു പ്രണയം മിക്സ് ചെയ്തപ്പോഴാണ് നമ്മുടെ ജെയിംസ് ക്യാമറോൺ അദ്ദേഹം ചെയ്ത ടൈറ്റാനിക് പോലും നമ്മുടെ ഉള്ളിൽ കയറിയെന്നുള്ളതുണ്ട്. ഇന്ന് നിൻ്റെ മൊയ്തീൻ, ഇതിനൊക്കെ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് എടുത്തു പറയുകയാണെങ്കിൽ. അപ്പോൾ നഷ്ടപ്പെട്ടു പോയൊരു പ്രണയം, ആ പ്രണയിനി ലാസ്റ്റ് വരിക, ഈ അവസാന നിമിഷത്തിൽ കാണുക എന്ന് പറയുന്നതിൻ്റെ ഒരു വേദനയുണ്ട്. അത് കാണാൻ വേണ്ടി ഒരാൾ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പണ്ട് ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്കൊരാളെ കാണണമെന്ന് ആഗ്രഹം തോന്നിയാൽ അവസാന കാലഘട്ടത്തിൽ അയാളെ കാണാനുള്ളൊരു അവസരം ദൈവം നമുക്കുണ്ടാക്കി തരുമെന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ഒരുപാട് കഥ കേട്ട് വളർന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു കഥകളൊക്കെ വെച്ചിട്ടാണ് ഇത് പ്ലാൻ ഈ ചെയ്തത്. കുട്ടിച്ചൻ എന്നുള്ള പേരിലേക്ക് ആ ചെറുകഥ എഴുതിയപ്പോഴാണെങ്കിലും കുട്ടിച്ചൻ അടുത്ത് നിൽക്കുന്ന ഒരു പേരാണ്. ഈ പേരിലേക്ക് എത്തിയത് ഇതിൻ്റെ ആദ്യത്തെ പേര് ഇതായിരുന്നില്ല. ഞാനിട്ടത് ലാസ്റ്റ് വ്യൂ എന്നായിരുന്നു ആദ്യം എൻ്റെ ടൈറ്റിൽ. അവസാനത്തെ ഒരു കാഴ്ച, അതാണല്ലോ ഇത് പറഞ്ഞു ലാസ്റ്റ് വ്യൂ. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, നീ ആദ്യം ചെയ്യുന്നതിന് തന്നെ ലാസ്റ്റ് വ്യൂ എന്ന് ഇടണമെന്ന് ചോദിച്ചു. അതൊരു അറം പറ്റുന്ന പോലത്തെ ഒരു അങ്ങനെയൊക്കെ ചില ചിന്തിക്കുന്നവർ പറഞ്ഞാണ്. ഞാനിതിലൊന്നും വിശ്വസിക്കാത്ത ആളായതുകൊണ്ട് എന്നാലും അവരോട് പറഞ്ഞു അത് വേണ്ട. അങ്ങനെ ഇന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വെച്ചു, ഇതിൻ്റെ അകത്ത് ക്യാരക്ടറിൻ്റെ പേര് കുട്ടിച്ചൻ എന്നല്ലേ, അങ്ങനെ ആനിയുടെ സ്വന്തം കുട്ടിച്ചൻ, കുട്ടിച്ചൻ്റെ ആനി, അങ്ങനെ കുറേ ആലോചന വന്നു. ഞാൻ പറഞ്ഞു എല്ലാവരും ഈ ക്യാരക്ടർ ഈ കുട്ടിച്ചൻ പേര് കൊടുക്കാൻ തോന്നി. അല്ല, കുട്ടിച്ചൻ എന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും കേൾക്കണം പലരും ഈ ക്രിസ്ത്യൻ കുടുംബത്തിലൊക്കെ, എൻ്റെ കുട്ടിച്ചായോ, എൻ്റെ കുട്ടിച്ചാൻ ഇത് എവിടെയാണ്, എൻ്റെ അങ്ങനെ ഈ ഇച്ചായൻ കൂട്ടി വിളിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നൊരു പേരാണ്. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ കുട്ടപ്പായി എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് സംഘത്തിലേക്ക്. അപ്പോൾ അതൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഒരു പേര് അങ്ങ് എടുക്കുന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ഔതക്കുട്ടിച്ചായൻ, കുന്നേൽ, എൻ്റെ അങ്ങനെയൊക്കെ കുറേ പേരുകളൊക്കെ ഔതക്കുട്ടിച്ചായൻ്റെ ഇരട്ടക്കുഴൽ തൂക്കം എടുത്ത് വരുന്നു, അങ്ങനെയൊക്കെ കുറേ പേര്, നമ്മൾ കേൾക്കാത്ത കുറേ പേരുകളൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പ്രണയകഥ, ഈ ഒരു വോയിസ് നരേഷൻ ഉണ്ടല്ലോ, ഈ വോയിസ് ഓവർ വരുന്നത്, വോയിസ് ഓവറിൽ പറയുന്നത് പ്രണയത്തെ പറ്റിയാണ് കൂടുതലായിട്ട് പറയുന്നത്. ശരിക്കും കുട്ടിച്ചൻ്റെ പ്രണയമാണോ പറയാൻ ഉദ്ദേശിച്ചത്, ജീവിതം കഥയാണോ, പ്രണയകഥയാണോ, എന്തിനാണ്? ഇതിൻ്റെ അകത്തൊരു നഷ്ടപ്രണയമുണ്ട്. അതിനാണ് പറയണത്. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലായിരുന്നു, അമ്മച്ചി കണ്ടിച്ചാടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നീ സമ്മതിച്ചത്. അപ്പോൾ ഈ പ്രണയം ഓർത്തിട്ട് പുള്ളി കല്യാണം കഴിക്കാതിരുന്ന ആളാണെന്നൊക്കെ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ പ്രണയിച്ചിരുന്നതാണ് എല്ലാം പറയുന്നുണ്ട്. പിന്നെ കല്യാണം കഴിച്ചു, എന്നാൽ ആ ഭാര്യയോടും ഇദ്ദേഹത്തിന് ഇഷ്ടമുണ്ട്, അതും പറയുന്നുണ്ട്. ആ ഭാര്യ കുഞ്ഞനാമച്ചി മരിച്ചതിന് ശേഷം അച്ഛൻ ഇങ്ങനെ കിടപ്പിലായെന്ന് പറയുന്നുണ്ട്. ഈ സ്നേഹമുണ്ട്, എന്നാലും എല്ലാവരുടെ ഉള്ളിൽ ആദ്യത്തെ പ്രണയത്തിൻ്റെ ഒരു നൊമ്പരം എപ്പോഴും കിടക്കും. അല്ല, അതുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ ഞാനായിട്ട് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമുക്കൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഒക്കെ അല്ലെങ്കിൽ ആദ്യം തോന്നുന്നൊരു പ്രണയം അത് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ ഞാനാണെങ്കിലും അല്ല, അതുണ്ടാവും. എന്നുവെച്ചാൽ അതെന്ന് വെച്ചിട്ട് അതിൻ്റെ പുറകെ പോവുക അങ്ങനെയൊന്നുമില്ല പറഞ്ഞത്. അങ്ങനൊരു പ്രണയം എല്ലാവരുടെ മനസ്സിലുണ്ടാവില്ലേ, നമ്മൾ അത് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് രഹസ്യമുണ്ട്. ലാലേട്ടൻ ഞാൻ ഇത് ആദ്യം അയച്ചു കൊടുത്തിരുന്നു. ലാലേട്ടനെ കണ്ടിട്ട് എനിക്ക് നല്ല മെസ്സേജുകൾ അയച്ചത്, നല്ല തോട്ടാണ്, നല്ല തിങ്കിങ് ചെയ്തിരിക്കുന്നു, നല്ല കൺസീവ് ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട്. അതിലാണ് എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു ബഹുമാനം. കാരണം ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം കാണാൻ വേണ്ടി 15 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിൽ മാറ്റി വെച്ചെന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് വേറെ ഏതൊക്കെയോ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഷോയ്ക്ക് വേണ്ടി അമ്മാ ഷോയുടെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് മമ്മൂക്കയെ ലാലേട്ടനെ വെച്ച് സ്കിറ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്ത് എഴുതി. അപ്പോൾ അവർ രണ്ടുപേരും വെച്ച് ഞാൻ ഓഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ലാലേട്ടൻ ഇങ്ങനെ ഒരു നറേഷൻ കൂടെ അതിന് ചേർത്ത് തന്നായിരിക്കും, ലാലേട്ടൻ വോയിസ് തരുമെന്ന് ചോദിച്ചു. പിന്നെന്താ അമ്മനെ തരാലോ, പിന്നെന്താ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കൊടുത്തു. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വെച്ചു, ഇതെന്നതിന് എടുക്കുന്നത് ചോദിച്ചു. കണ്ടില്ലേ കുട്ടിച്ചൻ, നല്ലതാണ്, ഞാൻ കണ്ടിരുന്നു, കുട്ടിച്ചൻ കണ്ടിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് മമ്മൂക്കയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ മമ്മൂക്ക കുറേ സജഷൻസ് പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു, ഇതിൽ കുട്ടിച്ചൻ ഞാനാണെന്ന് നീ ആരോടും പറയേണ്ടതാണോ. മമ്മൂക്ക കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് പറഞ്ഞ ഡയലോഗാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം മമ്മൂക്ക വരെ ഈ കുട്ടിച്ചൻ താനാണ് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിച്ചൻ എത്രത്തോളം വളർന്നിട്ടുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ മറ്റ് സ്റ്റേജ് ഷോകൾ സംവിധാനം ചെയ്തിട്ട് നല്ല പരിചയമുള്ള ആളുകളാണ്. ഈ സ്റ്റേജ് ഷോയിൻ്റെ സംവിധാനവും നേരെ തിരിച്ച് സിനിമയിലേക്ക് എത്തുമ്പോഴൊരു അല്ല, ഈ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് നമ്മൾ അതും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞാൽ 3 വാക്ക് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ, 3 വാക്ക് പറയുന്ന ഇടയ്ക്ക് ഒരു തമാശ, അങ്ങനെ ഫില്ല് ചെയ്ത് പോകണം. അല്ലെങ്കിൽ സ്റ്റേജ് ഷോ നിൽക്കില്ല. നമ്മളൊരു കഥ പറഞ്ഞു പോകുന്നവരൊന്നും ആൾക്കാർ കേട്ട് നിൽക്കില്ല. അതാണ് പല കോമഡി സ്കിറ്റുകളും പാളിപ്പോണത്. ഇതിനകത്ത് കുഴപ്പമില്ല. ഇത് നമ്മൾ തുടക്കത്തിലെ
അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങൾക്കങ്ങ് വിട്ടുകൊടുത്താൽ പിന്നെ അവരതിൻ്റെ പുറകെ പൊക്കോളും. അപ്പോൾ ഇതിനകത്ത് മ്യൂസിക് കയറ്റാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു. ജാഫർക്ക വന്ന് പറയുന്ന പല സെൻറ്റിമെൻറ്റ്സിലും വേണമെങ്കിൽ ഒരുപാട് മ്യൂസിക്കുകൾ ഫില്ല് ചെയ്ത് സെൻറ്റിമെൻ്റലായിട്ടുള്ള മ്യൂസിക്കുകൾ ഫില്ല് ചെയ്ത് വേണം ചെയ്യാമായിരുന്നു. പക്ഷേ ഞാനും ഗോപിയും കൂടെ ആദ്യം തന്നെ തീരുമാനമെടുത്തു. ഞാൻ ഗോപിയോട് പറഞ്ഞു, ഗോപി ഒറ്റ മ്യൂസിക്കും വേണ്ട, വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്ന പോലെ ഒരു ഇത് മതി. ലാസ്റ്റ് അവർ വരുമ്പോൾ മാത്രം മ്യൂസിക് തുടങ്ങിയാൽ മതി. അവരുടെ പേര് കേൾക്കുമ്പോൾ കുട്ടിയെ ഏടാ എൻ്റെ ആനി വന്നടാ എന്ന് പറയുന്നിടത്തെ മ്യൂസിക് മതി. കാര്യം അവിടെ തൊട്ട് ആ പ്രണയത്തിൻ്റെ ഒരു മ്യൂസിക് ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറും എന്നുള്ളതാണ്. അത് വേറെ സാധാരണ ഒരു ഇത് മതി, നമ്മൾ വളരെ ക്യാഷ്വലായിട്ട് ലൈവായിട്ട് എടുക്കുന്ന പോലെ മതി എന്ന് പറഞ്ഞാണ്. എനിക്ക് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, മാലാപാർവതി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ കുറിച്ച്. അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വേഷമുണ്ട്, ഇതിൻ്റെ അകത്ത് 3 ക്യാരക്ടറുണ്ട്, അപ്പോൾ 3 ക്യാരക്ടറും കേൾക്കണം. ഞാനിങ്ങനെ എൻ്റെ പെയിൻറ്റിങ് ഇൻസ്റ്റിറ്റ്യൂഷനിടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണലായി. അപ്പോൾ അവരും ഭയങ്കര ഇമോഷണലായിട്ട് കരഞ്ഞു ഈ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ. അതിന് പറഞ്ഞ് സിൽക്ക പറഞ്ഞു ഏത് ക്യാരക്ടറാണ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൽ ഈ ആനിയമ സിസ്റ്ററുമായിട്ട് വന്നാൽ മതി. കാര്യം ആനിയമ സിസ്റ്റർ എന്ന് പറയുന്നതിന് ഒരു കാര്യമുണ്ട്. കുട്ടിച്ചൻ പ്രേമിക്കുന്നൊരു പെണ്ണെന്ന് പറയുമ്പോൾ അത് അത്രയും സുന്ദരിയായിരിക്കണം. പണ്ട് പ്രായമായാലും ആ സൗന്ദര്യം വിട്ടുപോകാൻ പാടില്ല. അപ്പോൾ അതുകൂടെ ഇതിനകത്തൊരു ഘടകമാണ്. അല്ല ആൾക്കാരിരിക്കും ഈ മുതലിനെയാണോ കുട്ടിച്ചൻ പ്രേമിച്ചത് ഇത്രയും കാലം കാത്തിരുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. അസാധ്യമായിട്ട് അവർ ചെയ്തു. ഒറ്റ ഷോട്ടിൽ തന്നെ അവർ പെർഫെക്റ്റാക്കി. എന്നിട്ട് എന്നോട് ചോദിക്കുമായിരുന്നു ഇത് മതിയോ, ഇത് മതി, ഇത് മതി. ഞാൻ പറഞ്ഞു ഇത് മതി, നമുക്ക് ആവശ്യമുള്ളതുണ്ട്. ഒറ്റ ടേക്കിന് അവർ ഡബ് ചെയ്തു. ഒരു ഗംഭീര ആക്ട്രസ്സാണ് കേട്ടോ പറയുന്നത്. ഇതേ ഈ ഞാനിപ്പോൾ ഡയറക്ടറോട് ചോദിച്ചോട്ടെ, അതായത് ഇതിൻ്റെ ഒരു അത് പുറത്തേക്ക് ചോദിച്ചാൽ അതല്ല കുറച്ച് പുറകോശം കാണിക്കുകയാണ് ഈ കുട്ടിച്ചൻ്റെയും ഈ പിന്നെ ഈ സിസ്റ്ററിൻ്റെ അവരുടെ ചെറുപ്പം ഒന്ന് കാണിക്കുകയാണെങ്കിൽ നീ ആ വേഷം ഇന്നത്തെ ഏത് നടിക്ക് കൊടുക്കും? നല്ല കുട്ടിച്ചനായിട്ട് എൻ്റെ മനസ്സിൽ കുട്ടിച്ചൻ എന്ന് പറയുന്ന ഒരു ഏജ് കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടിച്ചൻ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ രൂപവും ഭാവമായിരിക്കും. കാര്യം കഞ്ഞിമുക്കി വടിവത്ത ജുബയും വെള്ള കസവുമുള്ള മുണ്ടും ഒക്കെ ഉടുത്ത് നടന്നു വരുന്നത് നമ്മുടെ മമ്മൂക്ക വരുന്നതിനൊരു സ്റ്റൈലുണ്ട് എപ്പോഴും. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് 25-26 വയസ്സ് എന്ന് പറയുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആ ഒരു ഏരിയയിൽ നമ്മൾ കഥ പറയുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് മമ്മൂക്കയെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. കാര്യം ഇത് വെച്ചിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഇതൊരു സിനിമയാക്കണമെന്ന് ആരെങ്കിലും അങ്ങനെ ഒരുപാട് പേര് സിനിമയാക്കുകയാണെങ്കിൽ ആരായിരിക്കും മനസ്സിലാക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞൊരു ഡയലോഗ് ദുൽഖർ സൽമാൻ ആയിരിക്കും. കാര്യം എനിക്ക് 3 രീതിയിൽ ഉപയോഗിക്കാം. അല്ല ആനിയമ്മ ഞാൻ പറഞ്ഞിരുന്നു, പാർവതി എന്ന് പറയുന്ന ആക്ട്രസിന് ഭയങ്കര സ്കോപ്പുള്ള ഒരു വേഷമാണ്. അതുപോലെ ജോസഫ് എന്ന് പറയുന്ന സിനിമയിൽ ജോജുവിൻ്റെ കാമുകിയായിട്ട് വരുന്ന ഒരു ലേഡി. ഇതൊക്കെ ചോദിച്ചോ പറഞ്ഞ കേട്ടോ, അല്ലാണ്ട് ഒരുപാട് പേർക്ക് ചെയ്യാനുള്ള സംഭവമുണ്ട്. എനിക്ക് തോന്നിയത് ഞാൻ ചോദിച്ചോ പെട്ടെന്നൊക്കെ പറഞ്ഞു, എന്നെ കുഴപ്പിക്കാൻ വേണ്ടിയല്ലേ ചോദിച്ചത്. രണ്ടാൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും കുട്ടിച്ചന്മാര് ജാഫർഖാന്റെ മനസ്സിലുണ്ടെങ്കിലും അത്രങ്ങൾ വരട്ടെ. ഷോർട്ട് ഫിലിമിൽ നിന്നും സിനിമ തന്നെ സംവിധാനം ചെയ്ത് അതിലേക്കൊക്കെ എത്തട്ടെ. എല്ലാവിധ ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും ഇനി അടുത്ത നമ്മുടെ ഇന്റർവ്യൂവിൽ നമുക്കൊരു സിനിമയുടെ ചർച്ചയായിട്ട് വരാം. എന്തായാലും ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.